ഇതാ ശ്രമിക്കാൻ വേണ്ടി കയറിയതാ മരത്തിൻ്റെ മുകളിൽ. നമ്മൾ വന്ന വഴിയിൽ ഒരു മരം വീണ് കിടക്കുന്നു. നല്ലൊരു കയറ്റം കയറിയപ്പോൾ വന്നോട്ടോ, നല്ല വെടിച്ചിലും കയറ്റാ. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു കിലോമീറ്റർ നല്ലൊരു കയറ്റമുണ്ട്. അത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ശ്വാസം നിറഞ്ഞാൽ വഴിക്ക് വീഴും. അതുകൊണ്ട് എടുത്തില്ല. അത് കയറി മുകളിലെത്തിയപ്പോൾ നല്ലൊരു ലെവൽ സ്ഥലം. അപ്പോൾ അവിടെ ഒരു മരം കിടക്കുന്നുണ്ട്. എല്ലാം അതിൻ്റെ മുകളിൽ കയറി വിശ്രമിക്കുവാണ്. നമ്മുടെ ജവാന്മാരെല്ലാം അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം അടിപൊളി സ്ഥലം. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂടി യാത്ര ചെയ്യാൻ വേണ്ടി എല്ലാവരെ കൊണ്ട് സാധിക്കുമല്ല. നമുക്ക് പിന്നെ ഇതെല്ലാം ഒരു ചെറുപ്പം തൊട്ട് കാടും മലയെല്ലാം കയറി നടക്കുന്നുണ്ട്. ഒരു രസമാണ്. ജീവിതം സഞ്ചരിച്ച് തീർക്കുക, ലോകം കാണുക, പ്രകൃതി നമുക്ക് ഒരുക്കി. നമ്മുടെ മറ്റേ ഇപ്പം പറയുന്നല്ലേ ബ്ലോഗർ ചിത്രം പറയുന്നല്ലേ, സുഹൃത്തുക്കളെ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് പ്രകൃതി എന്നൊക്കെ പറയുന്നല്ലേ. അതെ, കട്ടിലെ വീണ് കിടക്കുന്ന കാലത്ത് 10-60 വയസ്സെല്ലാം കഴിയുമ്പോൾ കട്ടിലെ വീണ് കിടക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്നും പറ്റത്തില്ല. ഒരിടത്തും പോകാനോ സഞ്ചരിക്കാനോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ കാണാനോ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനോ ഒന്നും സാധിക്കുമല്ല. ചലനശേഷിയും ആരോഗ്യവും ശരീരത്തിനുള്ള സമയത്ത് മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ പോവുക, എല്ലാം പോസിറ്റീവായിട്ട് കാണുക. അതൊക്കെയാണ് നമ്മുടെ പോളിസി. അത് തന്നെ, വിൽ പവറും തൻ്റെ ഇടവും. നമുക്കതൊന്നും പേടിയില്ല. വന്നതിൻ്റെ ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കും. അങ്ങനെയൊക്കെയാണ്. എന്തും ഏത് പ്രതിസന്ധിയും നമ്മൾ തരണം ചെയ്യും. അതാണ് നമ്മുടെ ക്വാളിറ്റി. ഹൈ ക്വാളിറ്റി അല്ലടി ഇതേ, ഹൈ ക്വാളിറ്റി. പന്നിപ്പാച്ചിൽ ലാസ്റ്റ്. അടവും ഉള്ളു പറ്റുകൊണ്ട് പറ്റിയില്ലെങ്കിൽ പന്നിപ്പാച്ചിൽ. ഈ പാനി കഥ നോക്കിയാ പുരാ ടീക്കേ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്ര. ഇപ്പോൾ ഏറെക്കുറെ പകുതി എത്തിയോ? പകുതി എത്തിയല്ലേ? വെള്ളം ഇനി അടുത്ത ഒരു 10-15 മിനിറ്റുള്ളിൽ വെള്ളം കാണുന്ന. അപ്പോൾ നമ്മുടെ പണ്ഡിതർ പറയുന്നുണ്ട് 10-15 മിനിറ്റുള്ളിൽ ഇപ്പോൾ കുടിവെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നീ നാട്ടിൽ പോയിട്ട് ഏറിയ പറഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റുള്ളിൽ കുടിവെള്ളം. ഇനിയിപ്പോൾ വെള്ളം കാണാൻ വേണ്ടി ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണോ? വേണ്ടപ്പാ, സാധനം നോക്കാൻ വേണ്ടി. ഏറെക്കുറെ ഇപ്പം വെള്ളം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷയുടെ പുറത്താണ് നടക്കുന്നത്. നടകുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കോണ്ടിരിക്കുന്നു. നടകുത്തി അവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഞാനൊക്കെ വീഡിയോ ഒക്കെ വെച്ച് മടുത്തുകൊണ്ടാണ്. അതെ, ഓക്കെ. അങ്ങനെ പോകുന്നു സുഹൃത്തുക്കളെ നമ്മുടെ യാത്ര. ഇതൊക്കെ എന്ത് രസകരമായി കൊണ്ടുനടക്കേണ്ട സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ. എല്ലാം ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. മരത്തിൻ്റെ അടിയിൽ കൂടെയാണ് കയറി പോരാൻ വേണ്ടി. ഇപ്പോൾ കൊടകരപ്പി വഴിക്ക് പോയേ ഉള്ളൂ. ഒരു മണിക്കൂർ മുമ്പ് അവർ വിട്ട് പോകാൻ വഴിയില്ല. പിന്നെ ഞങ്ങൾ അവരെക്കാളും സ്ലോ ആയിട്ടാണ് പോരുന്നത്. വരെ എല്ലാം മടുത്തു. എനിക്കറിയാം, ഒരു കുപ്പി എൻ്റെ ഈ പൊട്ടിക്കാത്ത വെള്ളം എൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ അവസാനം മരിക്കാൻ ഞാൻ തൊട്ടുള്ളി വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ടേ? അതെല്ലാം മടുത്തു. ഞാനും വെള്ളം കുടിക്കുക. ഒരു കുപ്പി ഈ വായിരത്തിരിപ്പുണ്ട്. ഞാൻ എത്തില്ലെന്നേ ഉള്ളൂ. എല്ലാം തീർന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ആ ടോമിച്ചാറിനായാലും ഈ വന്ന യാത്രയ്ക്ക് ഈ 6-7 കിലോമീറ്റർ കൊണ്ട് ഹിന്ദി പഠിച്ചു. അതെ, ഇനി ബംഗ്ലാം കൂടെ പഠിച്ചാൽ ബാക്കി സമയം കൊണ്ട് കേവാ. पानी पियो, मजा करो. पूरा खत्म हो गया? हाँ, थोड़ा सा है. थोड़ा भी एक बार मेरे पास है. ഇത്ര നടന്നപ്പോൾ നല്ലൊരു സുഖമല്ലേ? നിങ്ങളുടെ ക്യാമറമാൻ ക്യാമറയൊക്കെ ഇട്ടിട്ട് ഓടി. ക്യാമറ ഇപ്പോൾ ശ്വാസം വലിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. യാത്ര തുടരുന്നു. പകുതി കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു കിണ്ണം കാച്ചി ഈട്ടിവരം. ഇതൊരു 4-5 പേര് പിടിച്ചാലേ പട്ടകത്തുള്ളൂ. ഇതിനകത്ത് ചെറുതായിട്ട് നമുക്ക് തോന്നുന്നു. എന്നാലും ഭീകരനാണ്, ഭീകരൻ. കർണാടകത്തിലെ കാപ്പിത്തോട്ടത്തിലൊക്കെ കാണാം. കാപ്പിത്തോട്ടത്തിലൊക്കെ ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇതിനേക്കാളുമൊക്കെ 4 ഇരട്ടി മണ്ണമുള്ള ആനയുടെ വലിപ്പമുള്ള സാധനമൊക്കെ ഉണ്ട് ഈട്ടി. ഇവിടെ എല്ലാം കിടക്കും. ഇത് ഈ കിടക്കുന്ന ഇരുവുകളാണ്, ഇരുവുകൾ. ഇതെന്തോന്നല്ല, ഇതെന്തോ കാട്ടുമരം കണ്ടെന്ന് തോന്നുന്നു.
വലിയ കട്ടിയില്ല. പക്ഷെ അപ്പുറത്ത് കിടക്കുന്ന ഇത് അത് ഇരുവുള്ളതാണ്, നല്ല സ്ട്രോങ് ആണ് സാധനം. ഇതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ഇതിന് കർണാടക ഫോറസ്റ്റുകാർ ബീറ്റ് ഇത് ചെയ്യുന്നതാണ്. മീൻസ് സർവീസ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് പോകുന്ന ഈ വഴി. മാത്രമല്ല ഈ മാവോയിസ്റ്റുകളുടെ പ്രശ്നമുള്ളതുകൊണ്ട് തണ്ടർബോൾട്ടും ഈ വഴിക്ക് സ്ഥിരമുണ്ട്. അതാ പറഞ്ഞു, ഇവിടെ ഈ ഫോറസ്റ്റുകാരുടെ അടുത്ത് വിവരം കൊടുത്തിട്ട് പോയില്ല എങ്കിൽ നമ്മളേക്കന്മാർ വെടിവെച്ച് തുളച്ച് അരിപ്പയാക്കി തരും. അരിപ്പയാക്കുന്നത് മാത്രമല്ല, നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി ബോഡി നല്ല വൃത്തിക്ക് വീട്ടിലെത്തിക്കും. മുഖത്തിനൊരു കേടുപാടും വരത്തില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ആ നടപടിക്രമങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് പെർമിഷൻ തരുമെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനീ പറയുന്നത് കേട്ടോണ്ട് ഇങ്ങോട്ട് ബ്ലോഗർമാർ കയറുമൊന്നും വേണ്ട. ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാ. ഞാനിത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്ര അത്രമാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് സഞ്ചാരികൾക്ക് വേണ്ടി കാട് തുറന്നു കൊടുക്കാൻ വേണ്ടിയോ ഈ കാട്ടിലൂടെ ആൾക്കാർക്ക് പ്രവേശനം അനുവദിക്കാൻ വേണ്ടിയോ ഇതിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടിയോ റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയോ പാലം പണിയാൻ വേണ്ടിയോ മരങ്ങൾ മുറിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. ഇവിടെ കൂർഗ് വംശജർ നമ്മുടെ നാട്ടിലോട്ട് എങ്ങനെയാണ് വരുന്നത്, ആ വരുന്ന സഞ്ചാരമാർഗം, ആ വഴി ഒന്ന് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്, കർണാടകത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് മാത്രം. അതുകൊണ്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഇത്. ഇതാ ആന മൃഗങ്ങളെല്ലാം വരുമ്പോൾ ഒളിച്ചിരിക്കാൻ പറ്റിയൊരു ചെറിയ മരമാണതൊരു ചെറിയ മട 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 ആന വന്നാൽ തുമ്പക്കേക്ക് തോണ്ടി എടുത്തിട്ട് പോവും. പിന്നെ ഒളിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. നല്ല അടിപൊളിയൊരു മരം, വിചിത്രമായ കാഴ്ചകൾ. യാത്ര തുടരുന്നു. ടോമിൻ ചേട്ടാ ഇപ്പോൾ എവിടെ എത്തി? ഇപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. 10 മണിക്ക് വിട്ടു, കറക്റ്റ് 1 മണിയായിപ്പോൾ. അതെ, ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് സമയം പിടിക്കുമല്ലേ. നിങ്ങൾ പയ്യെ പോരുത്. പക്ഷേ ഇവർ കാളനെ കൊണ്ട് പയ്യാണല്ലോ പോകുന്നത്, പശുവിനെ കൊണ്ട് കയറിപ്പോയി അധികം സമയം ആയിട്ടില്ല. അവന്മാരെല്ലാം ബോഡി ഉണ്ടല്ലോ ആ പിള്ളമാരുടെ, ശരിക്കും ഈ നമ്മുടെ കൈ പിടിച്ച വടി പോലെ ഇരിക്കുന്നത്. और जो आदमी लोग आया ना वो लोग ऐसा एकदम डंडा का जैसे आदमी लोग, हम लोग जैसा पेट भी नहीं, मोटा आदमी कोई भी नहीं है वो लोग के साथ में. हाँ അതെ, ഇതെന്നാ മരം? ഇത് വലിയൊരു മരം. ഈ കാട്ടിൽ മുഴുവൻ മരങ്ങളാ അല്ലേ? വലിച്ച കോമഡി ആണെങ്കിൽ വെള്ളകിലല്ലേ? അത് ആണെങ്കിൽ അല്ലെങ്കിൽ അത് മതി വിട്ടോ, വെള്ളകില് തന്നെ. ഈ വർഷം വരുന്ന പിള്ളന്മാർ അടുത്ത വർഷവും കാണും. പ്രായം ചെന്നറങ്ങ് മാറിക്കൊടുക്കും, പിള്ളേർ കമ്പനി ഏറ്റെടുത്ത് നടത്തും. അതിപ്പം പണ്ടിങ്ങനെയല്ലല്ലോ, പണ്ടെല്ലാവരും നടന്നു വരും. ഇന്നലെ ഞാനത്തെ ചങ്ങ നല്ല പൂസായിട്ട് വരുന്നുണ്ട്. ആ ചങ്ങനൊക്കെ കടുവ ഉണ്ടായോ വഴിക്കോട്ടെല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ടോ നോക്കി പോകണം. അങ്ങനെ ഇച്ചിരി പ്രായമുള്ള ആളാ. ഏത് ഇത് കിട്ടിയാ ഈ നിൽക്കുന്നത്? ഇത് ഉണങ്ങിയല്ല, മോളൂശം പച്ചയാ. അത് കിട്ടിയത്? ആ കിട്ടി കിട്ടി കിട്ടി. ഇത് കഴിഞ്ഞ വർഷത്തെ അമ്മ കുപ്പിയാണ്. ആ ലാൽചന്ദൻ തന്നെ ചെയ്ത ചന്ദനമുണ്ടോ ടോമി ചേട്ടാ ഇതിനകത്ത്? ചന്ദനം हो सकता है सुजीत.
യാത്ര പരമാവധി ആസ്വദിക്കുകയാണ് നമ്മുടെ പിള്ളേർ. അടുത്തൊരു കയറ്റമാണ്. ഈ കയറ്റം കയറി എത്ര ദൂരം പോകണമെന്ന് അറിയത്തില്ല. തിരിച്ചിറങ്ങുമ്പോൾ കൃത്യം പറയാം. അല്ലടാ ചേട്ടാ, തിരിച്ചിറങ്ങുമ്പോൾ കൃത്യം പറയാം. ആ, അണ്ണിയും കണ്ടും പിന്നെ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ അങ്ങ് പോകുമായിരുന്നു അല്ലേ? അതെ. എനിക്ക് പിന്നെ നടക്കാൻ പ്രത്യേകിച്ച് മടുപ്പില്ല. ഞാനോ കയറി പോവും. നമ്മൾ പ്രായമുണ്ടെന്ന് പറഞ്ഞാലും മനസ്സിലേ അതെ, പ്രായം കൂടുന്നതിൻ്റെ വിൽ പവർ കൂടുവാണോ എന്നൊരു സംശയം. അയ്യോ, ഇതിൻ്റെ വർത്തമാനം പറഞ്ഞ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇത് രസകരമായിട്ട് അങ്ങ് പോകുന്നത്. ഇതീ പറഞ്ഞ ഭീകരാവസ്ഥയൊന്നുമില്ല. ഒറ്റയ്ക്ക് കാണാനും കയറി വരാം അല്ലേ? ആ, മരം മറിച്ചിടാനുള്ള ശ്രമത്തിലാണ്. മറിച്ചിടണം മക്കളെ, പൾട്ടി മാർ. ആ, മറിക്കേ. ആ, നടക്കൂല. ഒരു കാറ്റം കഴിഞ്ഞ് വീണ്ടും ലെവലല്ലേ? ആ, തീർന്നല്ലേ? അങ്ങോട്ട് പോകണം. അതെയോ? സാധനമുണ്ട് കേട്ടോ, സാധനമുണ്ട്. അതെ, മുക്കാൽ ഭാഗം എത്തിയോ? മുക്കാൽ ഭാഗം കഴിഞ്ഞോ? ആ, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ബ്രേക്കല്ലേ ഇത്? ആ, ഇവിടെ അവർ വിശ്രമിച്ചല്ല വന്നിരുന്നിട്ട് അല്ലേ? ഇവിടെ അവർ തീയും കിടും. വിറകൂട്ട് തീ ഇട്ടിട്ട് ഇവിടെ കിടക്കുന്നു. ഈ പാറയിൽ കൂടെ കിടക്കും, ഇവിടെ കിടക്കും. പിന്നെ ഇത് കാളന്മാർക്ക് വെള്ളം കൊടുക്കും. അങ്ങനെ ഈ കാളയ്ക്ക് വെള്ളം കൊടുക്കാനാണല്ലേ വലിയ കുപ്പി കൊണ്ടിരുന്നേ? ഇവിടെ പ്ലാസ്റ്റിക് കാണാനുണ്ട്. ഇതല്ലേ പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇല്ലില്ല, അവേ ഇവിടെ വന്ന് വിശ്രമിച്ച്. അല്ല, മറ്റുള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ കുപ്പി കാളന്മാർക്ക് കൊടുത്ത് ഒന്നോ രണ്ടോ കുപ്പിയുള്ളൂ. അതെ അതെ, ഈ തലേന്ന് രാത്രിക്ക് അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇവിടുന്ന് വൈകുന്നേരം പോരും. നേരം വിളിക്കുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഇത് 2-3 സെക്ഷനായിട്ട് ഇവർ വരുന്നത്. എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായം, കാഞ്ഞിരക്കൊല്ലി വന്ന് സെറ്റായിട്ട് അതെ അതെ, അവിടെ എല്ലാവരും സെറ്റായിട്ട് അവിടെ നിന്നായിരിക്കും എല്ലാവരും. ഇപ്പോൾ ഓരോ നേർച്ചയുള്ളവരൊക്കെ ഇവിടെ ആണെങ്കിലും ഈ കമ്പത്തു നിന്നാണേലും ഓരോ ഗ്രാമങ്ങളുണ്ടാവുമല്ലോ. ഓരോ ഗ്രാമങ്ങൾക്ക് ഓരോ നേതാക്കന്മാരായിരിക്കും. ഒരു വാർഡിനെങ്കിലും ഒരാൾ രീതിയിൽ 10 പേര് പലരും ഓരോ സ്ഥലത്തു നിന്ന് പറഞ്ഞു ഓരോരുത്തർ ഓരോ സെക്ഷനായിട്ട് പോരും. താഴെ നിന്നായിരിക്കും എല്ലാവരും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഏറെക്കുറെ എനിക്കൊന്ന് ഫോറസ്റ്റ് കഴിഞ്ഞ് തീരാറായെന്ന് തോന്നുന്നു. അതെയോ? പിന്നെ ഈ എന്തോരം കിടക്കുന്നു ഒന്നും അല്ല, ഉൾക്കാട്ടി പോയിട്ട് ഇവർ തീ കൂട്ടി കിടക്കൂല ഏതായാലും. അത് വിശ്രമ കേന്ദ്രമാണ്. ഒന്നും ആയില്ല. ഇതാ അങ്ങോട്ട് നോക്കാം. അതാ നടപടി. പിന്നെ മറ്റേ കമ്പൈമേട് എന്ന് പറഞ്ഞ് ഇനി കാണാൻ കിടക്കുന്ന സ്ഥലത്ത് ഇനി കിടക്കുവാണ്. അതല്ലേ? ഇതൊന്നും ആയില്ല, ഇതൊന്നും അല്ല. ആ വെട്ടം കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് മാറി നീ. അങ്ങനെ നിനക്ക് ഒറ്റ കാര്യം. അതല്ലേ? അപ്പോൾ നമ്മുടെ വിശ്രമം, മൂന്നാം വിശ്രമ സ്ഥലം, മൂന്നാം സ്ഥലം. വെള്ളം ഒരു ശകലം ഉണ്ട്.